ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് അവൈലബിൾ ആയിരുന്നു, നാഷണൽ ഓൾ സ്റ്റാർസ് വന്നിട്ട്. സോ അതിലത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, അതായത് ബിഗ് ടൈം പ്ലെയർ ആയിട്ട് വന്ന പ്ലെയറാണ് നമ്മുടെ ഈഡൻ ഹസാർഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ ആ ഈഡൻ ഹസാർഡിൻ്റെ ഒരു പ്ലെയർ വിത്ത് ഗെയിം പ്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലാളുടെ കിടിലൊരു പ്ലെയർ പൊസിഷൻ ഇല്ല, നമ്മൾ ഓട്ടോ കൊടുത്ത കളിപ്പിൻ്റെ സോറി. അതിനൊപ്പം തന്നെ ആൾക്ക് വേണ്ട അഡിഷണൽ സ്കിൽസ് ഒരു കിടിലൻ ഗെയിം പ്ലേ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഹസാറിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഹസാറിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമല്ലോ. നമ്മുടെ ചെൽസിയിലത്തെ എക്കാലത്ത് മികച്ച പ്ലേയേഴ്സിൽ ഒരാളാണ് നമ്മുടെ ഹസാർഡ്. തന്നെ വെച്ചാൽ മെസ്സിയുടെ കാലഘട്ടത്തിലൊക്കെ മെസ്സിനെ ഏറ്റവും കൂടുതൽ ഡ്രിബിളിങ് വെച്ചാൽ അജയ് സ്റ്റാറ്റ്സ് നെയ്മർ കിട്ടില്ല എന്നല്ല. അപ്പോൾ മെസ്സിയുടെ ഒപ്പം നമുക്കൊരു ഇത് വെക്കാൻ പറ്റിയായിരുന്നു, ഒപ്പം ഒന്നും വെക്കാൻ പറ്റില്ല. എന്നാലും മെസ്സി കഴിഞ്ഞാൽ ഒരു ഡ്രിബിളിങ്ങിൻ്റെ ഒരു ഇത് ഹസാർഡായിരുന്നു അതിനുശേഷം ആ കാലത്തിട്ടോ ഇപ്പോഴത്തെ എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ഒരു കിടിലാക്കിയൊരു പ്ലെയർ ആയിരുന്നു നമ്മുടെ ഹസാർഡ്. പെട്ടെന്ന് ആൾക്ക് റയൽ മാഡ്രിഡ് പോയ ആൾ പിന്നെ അവിടെ നിന്ന് ഇഞ്ചറി കരിയർ ഡിസ്ട്രോയ് ആയി പോയി ഫുള്ള്. അല്ല ഇപ്പോഴും നമ്മുടെ നെയ്മർ മെസ്സി റൊണാൾഡോടൊപ്പം തന്നെ ഒരു ഇതിൽ വരേണ്ട ഒരാളായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കരിയർ അങ്ങനെ പോയി. എന്തായാലും ഗെയിമിലൂടെ നമുക്ക് ആളെ ഒന്നുകൂടിയും കളിപ്പിക്കാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 2018 ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ കാർഡാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്, നമ്മുടെ വേൾഡ് കപ്പ് കാർഡ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ഹസാറിൻ്റെ പ്ലെയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തിന പ്രോഗ്രഷൻ പറഞ്ഞു, ഓട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഇത് ഇങ്ങനെയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സാണ് നമ്മുടെ ഹസാറിന് കിട്ടുന്നത് കേട്ടോ. 27 വയസ്സാണ് ഹസാറിൻ്റെ. അതുപോലെ തന്നെ 173 ഹൈറ്റ്, റൈറ്റ് ഫുട്ടറാണ് കേട്ടോ ആള്. ഹോൾ പ്ലെയർ കാർഡാണ് ആൾ. ലെഫ്റ്റ് ഫോർവേഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് AMF SS കളിക്കും കേട്ടോ. അപ്പോൾ ഹോൾ പ്ലെയർ കാർഡാണ്. പ്ലേ സ്റ്റൈൽസ് പറഞ്ഞാൽ ട്രിക്കിയസ്റ്റർ, മാസിംഗ് റൺ, സ്പീഡിയം ബുള്ളറ്റ്, ഇൻബേസി റൺ കേട്ടോ. അതുപോലെ തന്നെ ആ ഓവർ റേറ്റിംഗ് വന്നിരിക്കുന്നത് 109 ആണ്. അറ്റാക്ക് എവർനെസ് 91 ഉണ്ട്. ബോൾ കൺട്രോൾ 102, ഡ്രിബിളിങ് 103, ടൈറ്റ് പൊസിഷൻ 102. അതാ പറഞ്ഞേ, ഡ്രിബിളിങ് കിങ് ആയിരുന്നു ആള്, അല്ലാണ്ട് ഈ സ്റ്റാറ്റ്സ് കൊടുക്കില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഡ്രിബിളിങ് വെച്ചാൽ ഒരു കിടിലായിരുന്നു ആള്, കലയായിരുന്നു ആളുടെ. പ്രീമിയർ ലീഗിൽ ഡ്രിബിൾ വെച്ചാൽ അത്ര എളുപ്പമായിരുന്നില്ല, ആൾ അവിടെ അത് സിമ്പിളാക്കിക്കൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ ആളുടെ ലോ പാസ് വന്നിരിക്കുന്നത് 94 ആണ്. ലോഫ്റ്റഡ് പാസ് 88, ഫിനിഷിങ് 91 വന്നിട്ടുണ്ട് ഇത് ഓട്ടോയിൽ. അതുപോലെ തന്നെ കേൾ 82 ഉണ്ട്. സ്പീഡ് നോക്കുകയാണെങ്കിൽ 93, ആക്സലേഷൻ 96, കിക്കിംഗ് പവർ 94 ആണ്. ബാലൻസ് 86 ഉണ്ട്, സ്റ്റാമിന 84. അപ്പോൾ ഒരു 80 മിനിറ്റ് 70 മിനിറ്റൊക്കെ നിങ്ങൾക്ക് പെടായിട്ട് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ സ്പീഡ് നിങ്ങൾക്ക് വേണ്ടി ഡ്രിബിളിങ് കുറച്ചിട്ട് സ്പീഡൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയാവും കേട്ടോ. ഒരു 95 ഗോളൊക്കെ സ്പീഡ് കൊടുത്തന്നെ പൊളിയാവും. ഡ്രിബിളിങ് ഒരു 100 ആക്കി ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ആൾ വീക്ക്ഔട്ട് യൂസേജ് വന്നിരിക്കുന്ന ഒക്കേഷനിലാണ്. വീക്ക്ഔട്ട് ആക്യുറസി വെരി ഹൈ, ഫോം അൺവെയറിങ്, ഇഞ്ചറസ്റ്റൻസ് മീഡിയം കേട്ടോ. അപ്പോൾ അന്നൊക്കെ ആളുടെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഞ്ചറി ഒക്കെ ഇങ്ങനെ അതായി നേർന്നാണ്. റയൽ മാഡ്രിഡ് വന്നപ്പോഴാണ് എല്ലാം പോയത്. അപ്പോൾ നമുക്ക് റയൽ മാഡ്രിഡ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ക്ലബ്ബാണ് വലുത്. അപ്പോൾ നമ്മളതൊന്നും പറയില്ല. ഓക്കെ, പ്ലെയറിൻ്റെ കരിയറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല അവിടെ, അപ്പോൾ ക്ലബിൻ്റെ പേര് വരുമ്പോൾ. അപ്പോൾ എന്തായാലും ആൾക്ക് വന്നിരിക്കുന്ന ബൂസ്റ്ററാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്യുറസി അല്ലെങ്കിൽ പിന്നെ ഫ്രീ കിക്ക് ടേക്കിങ്ങോ ബോൾ ക്യാരിങ്ങോ ഒക്കെ കൊടുത്താൽ മതി. AMF കാർഡാണല്ലോ. അതുപോലെ തന്നെ ആളുടെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ച് ഉണ്ട്, സോൾ കൺട്രോൾ ഉണ്ട്, മൂവ്മെൻറ്റ്, ട്രിബിളിങ് പ്ലസ് മാഗ്നറ്റ് P2 പറഞ്ഞ സ്കില്ലാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ അറിയാലോ, കാല് ഒട്ടി പിടിച്ച് നമുക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. എന്തായാലും ഞാൻ ഡ്രിബിൾ നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ലോങ് റേഞ്ച് കേളർ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, വൺ ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, ഔട്ട് സൈഡ് കേളർ ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊരു മാസ്റ്റർ റിട്ടേൺ കൊടുക്കാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഒരു റേസിംഗ് ഷോട്ട് കൊടുത്തോ അടിച്ച് കയറ്റണമെങ്കിലേ. പിന്നെ അങ്ങനെ ഒരു ത്രൂ പാസിംഗ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. വൺ ടച്ച് പാസും ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്. ഓക്കെ, അതൊക്കെ മതി. ഒരു മാസ്റ്റർ റിട്ടേൺ കൊടുക്കുക മെയിനായിട്ട്. പിന്നെ റേസിംഗ് ഷോട്ട് കൊടുക്കുക. ഇതിൽ പിന്നെ കട്ട് ബേൺ കൊടുത്തിട്ടുണ്ട്, അത് വേണേൽ കൊടുത്തോ. ഡിപ്പിംഗ് ഷോട്ട് ഇത് കിട്ടില്ല, റേസിംഗ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടോ. അപ്പോൾ എന്താ പറയുക ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് ഈ ഹസാർഡിന് വെച്ചിട്ട് ഒരു കിടിലൻ ഗെയിം പ്ലേ ആണ്. എങ്ങനെയാവും എനിക്കറിയില്ല. ഡ്രിബിളിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഡ്രിബിളിംഗ് തന്നെ കേട്ടോ. ആളുടെ മെയിനായിട്ട് വെച്ചാൽ മൂവ്മെൻറ്റ്, ഡ്രിബിളിംഗ് പ്ലസ് മാഗ്നറ്റ് പീച്ചാണ് സ്കില്ല്. അപ്പോൾ മാക്സിമം ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കാനേ നോക്കുള്ളൂ. ഇടയ്ക്കൊക്കെ വല്ല അസിസ്റ്റ് കിട്ടിയ ഭാഗ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഹസാറിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റൊണാൾഡോ ഹെഡ്. ഓക്കെ, മിസ്സായിടാ. എടുക്ക് സ്ലൈറ്റർ എടുക്ക്. ഓക്കെ, സ്ലൈറ്റർ എടുത്തിട്ടുണ്ട്. ഹസാർഡിന് വയ്ക്കാം. ഹസാർഡുണ്ട്. ഓക്കെ, ഹസാർഡാണ്, ഒന്ന് വലിക്കാം. ഓക്കെ, നൈസ് ഡ്രിബിൾ ഹസാർഡ്. ഓക്കെ, ഫേക്ക് ഇടാം. ഓക്കെ, നൈസ് ടേൺ. ഹസാർഡ് അടുപ്പിച്ച് നോക്കാം. ഹസാർഡ് എടാ, ഫസ്റ്റ് അടി തന്നെ പുറത്തേക്കാണ് പോയത്. എന്നാലും നല്ല ട്രൈ ആയിരുന്നു. ഓൻ്റെ ഹസാർഡാട്ടോ ഇത്. ഓക്കെ, നമ്മുടെ ലാം എടുത്തിട്ടുണ്ട്. ലാം ടു ഹസാർഡിന് പാസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഹസാർഡാണ്. ഓക്കെ, നൈസ് ഡ്രിബിൾ ഫ്രം ഹസാർഡ്. നല്ലൊരു ബാലൻസ് ഇട്ടുണ്ട്. ഓക്കെ, ഡബിൾ ടൈറ്റ് അടിച്ചു ഹസാർഡ്. അപ്പോൾ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കാൻ കേട്ടോ അവിടെ ഹസാർഡ്. നൈസ് ഒരു ഡ്രിബിളായിരുന്നു. 2-3 പിന്നിലാണ്. ഒരെണ്ണം അടിച്ചു, കുറേ ഡ്രിബിൾ ചെയ്യാൻ നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഹസാർഡ് ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കാൻ കേട്ടോ ഫൈനലി. കിടിലൊരു ഗോളായിരുന്നു, ഒന്നും പറയാനില്ല. പ്ലെയർ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് സ്ലാറ്റൻ ടു റൊണാൾഡോ ടു
ഇബ്ര ടു ഹസാഡ്. ഓക്കെ നൈസ് ഡ്രിബിൾ ഫ്രം ഹസാഡ്. ഓക്കെ അടുപ്പിച്ച് നോക്കാം. ഹസാഡ് എൻ്റെ അളിയാ ഗൈസ്. ഹസാഡ് ഇതാ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടോ. ഒരു രക്ഷയില്ലത് ഫിനിഷായിരുന്നു, ഒന്നും പറയല്ല. ടോപ്പ് കോർണറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ പ്ലാച്ചിനി ആൻഡ് ടു ഹസാഡ്. ഓക്കെ ഹസാഡ് നൈസ് ഡ്രിബിൾ ഹസാഡ്. ഓക്കെ ഒന്നും എടുക്കാം. നൈസ് ഡ്രിബിളിങ്. ഓക്കെ ഹസാഡ് നൈസ്. ഓക്കെ ഹസാഡാണ്. ഓക്കെ ഹസാഡ്. ഓക്കെ ഒന്നും എടുക്കാം. ഓക്കെ നൈസ് വൺ കേളടിച്ചോ ഹസാഡ്. എടാ സേവ് സൂര്യ അടിക്കി ഗൈസ്. കംബാക്ക് അടിച്ചിട്ട് 3-2 എന്തായാലും. അപ്പോൾ ഹസാഡിൻ്റെ ഒരു കിടിലൻ ഡ്രിബിളിംഗ് ആയിരുന്നു. ഹസാഡിന് കൊടുക്കണം അതിൻ്റെ ക്രെഡിറ്റ് കിട്ടോ. ലാസ്റ്റ് നമുക്ക് സൂര്യക്ക് ചെറിയൊരു ടാപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ, അത് സൂര്യ മങ്ങിയിട്ട് നിർവഹിച്ചു. പെടകോളായി. ഹസാഡ് ടു ലിസാറസു. ഓക്കെ ലിസാറസു ആണ്. നമുക്ക് എന്തായാലും ഹസാഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഹസാഡേ വായോ. ഓക്കെ ഹസാഡ് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് ഐ ഡയറക്റ്റ് ഇത് ഗോൾ കീപ്പറായത്. ഗുള്ളിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഹസാഡ്. എന്തായാലും ഡ്രിബിൾ ചെയ്യുക ഹസാഡിനോട്. ഓക്കെ ഹസാഡാണ്. ഓക്കെ നൈസ് ഡ്രിബിൾ ഹസാഡ് നൈസ് ഡ്രിബിൾ. ടേൺ എടുക്കാം. നൈസ് വൺ ഹസാഡ്. ഒന്നൂരും ടേൺ എടുക്കാം. എൻ്റെ അളി അതേതാ ഡ്രിബിൾ. ഒന്നൂരും ടേൺ എടുക്കാം. എൻ്റെ പൊന്ന് ഗൈസ് മാഗ്നറ്റ് ബീച്ച് കിടലായിട്ട് വർക്കൗണ്ട്. ഓക്കെ അടുപ്പിച്ച് നോക്കാം. ഹസാഡ് എടാ ഫെർഡിനാൻഡ് ടു ഗുള്ളിച്ചു ഇബ്ര ടു ഹസാഡ്. ഓക്കെ ഹസാഡ് ഹസാഡിൻ്റെ ബോൾ കേട്ടോ. ഹസാഡിൻ്റെ ഡ്രിബിൾ ചെയ്ത് പൊളിക്കാൻ നോക്കി. ഓക്കെ ഹസാഡാണ്. നൈസ് ടേൺ ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് എടാ ഇയാളാ ഏരിയയിൽ അടിച്ച ഗോളാണില്ല, ഒരു രക്ഷയിലത്തെ സ്കോറിംഗ് ആട്ടോ മൂപ്പര്. എൻ്റെ പൊന്നെ ഗൈസ് ആ ആംഗിൾ കിട്ടി കഴിഞ്ഞാൽ ഹസാഡ് ഗോൾ അടിക്കുന്നുണ്ടോ. ഡ്രിബിളിങ്ങിനെ നോക്കണം. മാഗ്നിഫിറ്റ് പ്ലസ് മൂവ്മെന്റ് ഡ്രിബിളിങ്ങാ പുളി. ഏതാ ഗോള് മൂപ്പരെ. എന്തായാലും ഗൈസ് സെലിബ്രേഷൻ പറയുമ്പോൾ കുഴപ്പമില്ല. ആൻഡ് ഹസാഡ് ഡബിൾ ടച്ച്. ഓക്കെ മാസിലിട്ടാണ് ഒന്ന് സോറി. ഓക്കെ ഹസാഡ് നൈസ് ഡ്രിബിളിങ്. എൻ്റെ പൊന്നെ പിടിക്കാൻ കിട്ടില്ല കേട്ടോ. ഹസാഡാണ്. ഡബിൾ ടച്ച് അടിച്ചോക്കാം. ഹസാഡ് എൻ്റെ അളിയ ഇയാൾ എന്ത് പെടയുടെ പെടക്കിന് ഗൈസ്. ഡ്രിബിൾ ചെയ്യുക അടിക്കുക. ഇന്നലെ ടോട്ടിയായിരുന്നു, ഇന്നത് ഹസാഡ്. ഇതെല്ലാവരും നമ്മൾ ഈ ഹൈപ്പ് കൊടുത്തിട്ട് എന്താ കാര്യം. നന്നായി കളിക്കുന്നുണ്ട്. ഗുള്ളിച്ച്. ഓക്കെ നൈസ് ടാക്കിൾ ബ്രോ. ഓക്കെ ഗുള്ളിച്ച് ടു ഹസാറാണ്. ഡബിൾ ടച്ച്. ഓക്കെ നൈസ് വൺ. ഹസാഡ് ഡബിൾ ടച്ച്. ഓക്കെ അടുപ്പിച്ച് നോക്കാം. ഹസാഡ് ദിസ് ടൈം സേവ് ഇട്ട്. ഗുള്ളിച്ചു റൊണാൾഡോ ടു ഹസാഡ്. ഓക്കെ നൈസ് ഡ്രിബിളിംഗ് ഹസാഡ് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് ഓ ജസ്റ്റ് മിസ്റാ. എടാ മാഗ്നറ്റ് ബീച്ച് ഡ്രിബിൾ ഒരു രക്ഷയില്ല കേട്ടോ. സ്ലാട്ടൻ ടു ഗുള്ളിച്ചു ഹസാഡ്. ത്രൂ വയ്ക്കുക റൊണാൾഡോ കൊണ്ട്. ഓക്കെ നൈസ് ത്രൂ ഫ്രം ഹസാഡ്. അടുപ്പിച്ച് നോക്കാം. റൊണാൾഡോ. ഓക്കെ ഗൈസ് ഒരു ഔട്ട് സൈഡ് കേർലറിൽ ഗോൾ അടിച്ചിട്ടുണ്ട് റൊണാൾഡോ. ഹസാഡിൻ്റെ നൈസ് ഒരു അസിസ്റ്റ് ആണ്. വല്ലപ്പോഴും കിട്ടുള്ളൂ ഇങ്ങനെ അസിസ്റ്റ് കേട്ടോ. സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ നെഡ്വേർഡ് ഗുള്ളിച്ചു ഹസാഡ്. ഓക്കെ ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് ജസ്റ്റ് മിസ് അഗെയിൻ ടു ഹസാഡ്. ഓക്കെ നൈസ് ഡ്രിബിൾ ഫ്രം ഹസാഡ്. റുഡിഗറെ. ഓക്കെ റുഡിഗർ അവിടെ പോയിട്ടുണ്ട്. ഹസാഡാണ്. നൈസ് ഡ്രിബിളിംഗ് ഫ്രം ഹസാഡ് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് ഓ എടാ കേറിയില്ല അതിറാ. നല്ലൊരു ചോട്ടായിരുന്നു, ഒന്നും പറയാല്ല. നെഡ്വേർഡ് ടു ഹസാഡ്. ടേൺ എടുക്കാം. നൈസ് വൺ. ഓക്കെ ടേൺ. ഓക്കെ ഒരു ഫേക്ക് ഇടാം. ഓക്കെ ഹസാഡ് ഹസാഡ് വീണ്ടും ഡയറക്റ്റ് ഇത് ഗോൾ കീപ്പർ. ആൻഡ് ഇറ്റ്സ് നെഡ്വേർഡ് ടു ലാം. ത്രൂ ബോൾ ടു നെഡ്വേർഡ്. ഓക്കെ ഹസാഡ് ഇവിടെ ഉണ്ട്. ഹസാഡ് ഓക്കെ ഫേക്ക് ഇടാം. അടിപ്പിച്ച് നോക്കാം. ഹസാഡ് എടാ വീണ്ടും ജസ്റ്റ് ഇസ്രാ. ഓക്കെ ഹസാഡ് നൈസ് ഡ്രിബിളിംഗ്. മാഗ്നറ്റ് ഫീച്ചർ പറഞ്ഞ സാധനമുണ്ടേ നല്ല കൺട്രോൾഡ് ഉണ്ട്. എൻ്റെ പൊന്നളി നോക്ക് സ്പീഡും ഉണ്ട്. ഡബിൾ ടച്ച് ആയിട്ട് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് കുറേ സേവ് വരും കേട്ടോ. ഗുള്ളിച്ചു ഹസാഡ്. ഓക്കെ ഹസാഡ് നൈസ് ഡ്രിബിളിംഗ്. ഹസാഡ് ഡബിൾ ടച്ച്. ഓക്കെ ഹസാഡ് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് അത് ഇടില്ല ഗോളെ. അവസാനം വീണ്ടും സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സേവുകളൊക്കെ ഇട്ട് പോയിക്കായിരുന്നു ഗോൾ കീപ്പേഴ്സ്. ഓക്കെ ലിസാറസ് ടു ഹസാഡ്. ഓക്കെ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഡ്രിബിൾ ചെയ്യാം. ഹസാഡ് ഒന്ന് ടേൺ എടുക്കാം. നൈസ് ഡ്രിബിളിംഗ്. ഹസാഡ് ഒന്നൂരും ഡ്രിബിൾ ചെയ്യാം. ഓക്കെ ടേൺ നൈസ് വൺ. ഒന്നൂരും ടേൺ എടുക്കാം. ഓക്കെ നൈസ് ഡ്രിബിൾ. ഓക്കെ ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് അയ്യേ ഗുള്ളിച്ചു ഹസാഡ്. ഓക്കെ ഹസാഡ് നമുക്ക് എന്തായാലും ഫാൻസ് ഡ്രിബിൾ ഇടാം. ഓക്കെ ഹസാഡ് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ നൈസ് വൺ ഹസാഡ്. ഓക്കെ നൈസ് ഹസാഡാണ്. ഓക്കെ ഫൈവ് ഡ്രിബിൾ ഇടാം. ഓക്കെ ഹസാഡ് ടേൺ എടുക്കാം. ഓക്കെ മാസിലെ ടേൺ. ഹസാഡ് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് ഓ ഗൈസ് ഒരു രക്ഷയില്ല. അത് കിടില ഗോളായിട്ട് ഒന്നും പറയില്ല. ഒരു വെടിയുടെ താരം കിടില സ്കിൽസും. ഹസാഡിന് ആ മാഗ്നറ്റ് ബീച്ച് പ്ലസ് മൂവ്മെന്റ് വന്ന കത്തും ഉറപ്പല്ലേ. നെഡ്വേർഡ് ആൻഡ് ഇറ്റ്സ് ഹസാഡ്. ഓക്കെ ഹസാഡാണ്. ഡ്രിബിൾ ചെയ്യാം. ഹസാഡ് നൈസ് ടേൺ. ഹസാഡ് ആൻഡ് ഹസാഡ്. ഓക്കെ
ഹസാഡ്. ഓക്കെ നൈസ് ഡ്രിബ്ലിംഗ്. ടേൺ എടുക്കാം. ഓക്കെ ഹസാഡാണ്. അടുപ്പിച്ച് നോക്കാം. കേൾ ഇബ്ര ടു ഹസാഡാണ്. ഫേക്ക് ഇടാം. ഒന്നുകൂടെ ഫേക്ക് ഇടാം. അടുപ്പിച്ച് നോക്കാം. ഹസാഡ്. എടാ പോസ്റ്റ് ബാറ് മടിച്ചു വേടാ. ടൊണാലി. ഓക്കെ നമ്മൾ എടുത്തിട്ട് തൂറം ടു ഹസാഡ്. ഡബിൾ ടച്ച് ഇടാം. ഓക്കെ ഹസാഡാണ്. ഹസാഡ്. ഓക്കെ സ്പേസ് ഉണ്ട് കേട്ടോ. ഹസാഡ്. അയ്യോ ഒന്നര ഹസാഡ്. എൻ്റെ അളിയ ഹസാഡ് അടിക്ക്. യോ എടാ അപ്പുറത്തെ ബോക്സിൽ തുടങ്ങിയതാ. എന്റെ പൊന്നെ പൊളി. ഓക്കെ ലിസാറസു ആൻഡ് ഇബ്ര ടു ഹസാഡ്. ഓക്കെ ഹസാഡാണ്. നൈസ് സ്പേസ് ഉണ്ട് കേട്ടോ. സ്പേസും ഉണ്ട് പേസും ഉണ്ട്. ഓക്കെ ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് ലെഫ്റ്റ് ഫുട്ടോണ്ട് അടിച്ച് കിടലാൻ ഗോള് ഗൈസ്. അപ്പോൾ ഗൈസ് ഹസാഡിന്റെ ഒരു മരണമാസ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒന്നും പറയാനില്ല. അടിച്ചാട് കേറ്റ്. ആൻഡ് ഇറ്റ്സ് ഹസാഡ്. ടേൺ എടുക്കാൻ നൈസ് വൺ ഹസാഡ്. ഓക്കെ നൈസ് ഡ്രിബ്ലിംഗ് ഫ്രം ഹസാഡ് ഡബിൾ ടച്ച്. ഓക്കെ നൈസ് വൺ ഹസാഡ് ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം. ഹസാഡ്. അയ്യേ സേവ് ഇട്ടാ അത്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ഹസാഡ് ടു ഇബ്ര ടു ഹസാഡ്. ടേൺ എടുക്കാം. നൈസ് വൺ ഹസാഡ് അടുപ്പിച്ച് നോക്കാം. ഹസാഡ് അഗൈൻ. ഹസാഡ് ഓൺ ഫയർ ഗൈസ്. ഒന്നും പറയില്ല. ഹസാഡ് അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. കിടിലൻ ഗോൾ സ്കോറിംഗ് ഉണ്ട്. ഡ്രിബിളിംഗ് പൊളി. അപ്പോൾ ഗൈസ് നമ്മുടെ ഹസാഡിനെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ചധികം കളിയൊക്കെ കളിപ്പിച്ചു കേട്ടോ. മൂപ്പര് ഈ പറഞ്ഞ പോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് വെച്ചത് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഡ്രിബിളിംഗ് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അമ്മാതിരി സ്റ്റാറ്റ്സ് ആണ് ആൾക്ക് ഡ്രിബിളിംഗ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ നമ്മൾ വെറുതെ അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്താൽ മതി സാധനം. തന്നെ അങ്ങോട്ട് പോയിക്കോളൂ ഹസാഡ്. അതൊക്കെ പറയാളൂ. കിട്ടൂരിൻ്റെ ലാഭം. കാരണം വെറും 500 കോയിനടക്കം കിട്ടൂരുണ്ട്. കാരണം ആ ഡിസ്കൗണ്ട് പാക്ക് ഓപ്പണിംഗ് ഉണ്ടല്ലോ. സോ അതിൽ 500 കോയിനൊക്കെ കുറേ പേർക്ക് ഹസാഡിന് കിട്ടി. അപ്പോൾ അവർക്കൊക്കെ വെറുത്താൻ ഞാൻ പറയുള്ളൂ. ഞാനിവിടെ 5000 കറക്കി മൂഞ്ചി അത് പോട്ടെ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു 500 കോയിനുണ്ടോ ഹസാഡിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. കിട്ടിക്കഴിഞ്ഞ ഭാഗ്യമാണ്. എടുക്കേണ്ടവരെടുത്തോ. കിടില കാർഡാണ് ഇത്. ഒരു അന്നേരം ഏറ്റവും കിടിലായിട്ട് ഡ്രിബിൾ ചെയ്യാൻ കാർഡ്. മെസ്സിയുടെ ഒക്കെ കാർഡ് ഡ്രിബിൾ ചെയ്യും പെടായിട്ട്. പക്ഷേ ഇത് ഒതിനോട്ടി പെടേ പറയാൻ വേണമെങ്കിൽ. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയോണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇൻക്രീസിങ് ഉണ്ടാവും. സ്റ്റാറ്റ്സിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ പെർഫോമൻസ് ചെയ്യും നമുക്ക്. അപ്പോൾ കറൻറ്റ്ലി ഈ ഫുട്ബോളിൽ ഏറ്റവും കിടിലായിട്ട് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹസാഡിനെ പരിഗണിക്കാം. ആ മിഡ്ന്നൊക്കെ പോയി ഗോൾ അടിച്ചാട്ടോ. മിഡ്ന്നല്ല അപ്പുറത്തെ ബോക്സിൽ നിന്ന് പോയിട്ടൊരു ഗോൾ അടിച്ചില്ല. സാധനം കിളി പോയി സ്റ്റേ ചെയ്ത സാധനം. അപ്പോൾ എന്തായാലും കളിപ്പിച്ച് നോക്ക്. നിങ്ങൾ കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ. കാരണം ഇങ്ങനത്തെ കാർഡ്സൊക്കെ റെയറായിട്ട് എങ്ങനെ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കാർഡ് പൊളിയാണ് കേട്ടോ. എന്തായാലും എടുത്ത് ഉപയോഗിച്ച് നോക്ക്. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമാക്കിയാൽ ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.